ഹല്ലേ ഇനി അങ്ങോട്ട് ഹല്ലേ വിളിയൊക്കെ നെവിന് ജയിലിൽ കിടന്ന് കാണിക്കാം. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ഇതിനകത്ത് ഇറങ്ങി കളിക്കുന്നുണ്ട്. ശരിക്കും ഈ ഒരു സീസൺ സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ടേ നമുക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. ബിഗ് ബോസ് കുറച്ചധികം ഒരു കണ്ണിങ് ആയിട്ട് ഇവരെ എല്ലാവരെയും പഠിച്ച് ഇവരിങ്ങനെ പ്രതികരിക്കും എന്ന് അറിഞ്ഞു തന്നെയാണ് ബിഗ് ബോസും ഓരോ ടാസ്കും കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അനുമോൾക്ക് ഈ ഒരു ക്വാളിറ്റി ചെക്കർ എന്നുള്ള ഒരു രീതിയിൽ ഒരു ഇത് കൊടുത്തത്. ജിഷിനും എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടിങ് ബിഗ് ബോസ് കരുതിയത് ജിഷിൻ നന്നായിട്ട് തന്നെ ആ ഒരു നിഷ്പക്ഷമായിട്ട് നിൽക്കും എന്നാണ്. ചിലപ്പോൾ അങ്ങനെ കരുതിയിട്ടുണ്ടാകാം. ചിലപ്പം ബിഗ് ബോസ് കരുതിയത് ഈ മറ്റുള്ളവരെ സോപ്പിട്ട് സേഫ് ഗെയിം കളിക്കുന്ന ജിഷിനെ പിടിച്ച് ഇങ്ങനെ നിർത്തിയാൽ മറ്റുള്ളവർക്ക് ജിഷിനെ കുറച്ചുകൂടെ എക്സ്പോസ് ചെയ്ത് അറിയാൻ പറ്റും. ജിഷിൻ എന്താണ് സത്യത്തിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് കണ്ടിട്ട് ബിഗ് ബോസ് കൊടുത്ത ഒരു തന്ത്രപരമായിട്ടുള്ള ഒരു ഗെയിം ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പൊ ഏതായാലും ശരി, നെവിനും ജിഷിനും നന്നായിട്ട് പണി കിട്ടി. അവർ രണ്ടുപേരും ഇനി ജയിലിലേക്ക് ഡയറക്റ്റ് ബിഗ് ബോസ് പറഞ്ഞു വിടാൻ പോവുകയാണ്. അപ്പോൾ ഒരു അറിയിപ്പ് കിട്ടുന്നിടം മുതൽ ഈ ഒരു ഗെയിം തീരുന്ന ആ ഒരു സമയം വരെ, അല്ലെങ്കിൽ അടുത്തൊരു അറിയിപ്പ് കിട്ടുന്നിടം വരെ ഇതിൽ നിന്ന്, അതായത് ക്വാളിറ്റി ചെക്കർ ഓഫീസർ എന്നുള്ള രീതിയിൽ ജിഷിൻ പുറത്തു പോയി. പിന്നെ അതുപോലെ ഓറഞ്ച് ജ്യൂസ് ഉടമ എന്നുള്ള രീതിയിൽ നെവിനും പുറത്തേക്ക് പോയി. അതുകൊണ്ട് തന്നെ അവർക്ക് രണ്ടുപേർക്കും ജയിലിൽ പോകാനാണ് അടുത്ത വിധി എന്ന് പറയുന്നത്. പക്ഷേ എനിക്കൊരു തിരുത്ത് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്നലത്തെ ദിവസം ഈ പറയുന്ന ഗെയിം അത് അത്രയും ബോറായിപ്പോയി. ആ ഒരു ടാസ്കിനെ അത്രയും ചളമാക്കിയതിനകത്ത് ഒരുപാട് പേർക്ക് പങ്കുണ്ട്. എങ്കിലും ഞാൻ ആദിലയെ ഒട്ടും മാറ്റി നിർത്തുന്നില്ല. ആദില ഇപ്പൊ ടാസ്ക് ആയിക്കോട്ടെ, ഈവൻ അവരൊക്കെ ഉറങ്ങാൻ കിടക്കുമ്പോൾ പോലും പോയി ഇറിറ്റേറ്റ് ചെയ്ത് ക്രീമൊക്കെ എടുത്ത് അക്ബറിന്റെയും ജിഷിന്റെയും അനീഷിന്റെയും ഒക്കെ ദേഹത്തിടുന്നതൊക്കെ അത്രയും ഭയങ്കര ഒരു ബോറായിട്ടുള്ള ഒരു വ്യക്തിയാണ് ആദില. അപ്പൊ ആദില ശരിക്കും പറഞ്ഞാൽ ഈ കാണിക്കുന്ന ഇന്നലെ ആ ഒരു ടാസ്കിൽ കാണിച്ച കാര്യങ്ങളും, പിന്നെ ഇന്ന് ആ ഒരു മുടി കിടക്കുന്നു എന്നൊക്കെ പറയുന്നില്ലേ, ഇനി മുടി അതിനകത്ത് കിടക്കുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ആദില എങ്ങനെ മനഃപൂർവ്വം ചെയ്തതാണോ, അത് ഞാൻ ജഡ്ജ്മെന്റ് ചെയ്തതായിട്ട് പറയുന്നില്ല, പകരം ഞാൻ ഒരു ഗസ് ചെയ്യാണ്. ജസ്റ്റ് നമുക്ക് നോക്കാം അങ്ങനെ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. അതായത് അനീഷിനെ ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്തിട്ട് അനീഷ് ഇതിനകത്ത് ജയിക്കരുത്, അനീഷിന് പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള ബെനഫിറ്റും ഈ ഒരു ടാസ്ക് ജയിച്ചത് കൊണ്ട് കിട്ടാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ആദില. അതുകൊണ്ട് തന്നെ ആദില എന്തെങ്കിലുമൊക്കെ ചെയ്ത് കുളവാക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ജിഷിനും നെവിനും ആ ഒരു ജയിലിലേക്ക് ബിഗ് ബോസ് പറഞ്ഞയക്കുന്നത് അതൊക്കെ ബിഗ് ബോസിന്റെ ഒരു ടാസ്കിനകത്ത് ബിഗ് ബോസ് അത് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ആദിലെ കൂടി ഒന്നും ഇതിനകത്തുനിന്ന് മാറ്റി നിർത്തുകയാണെങ്കിൽ ഈ ടാസ്ക് ഒന്ന് ബെറ്റർ ആയേനെന്ന് തോന്നുന്നുണ്ട്. അത് മാത്രമല്ല, ആര്യനും ഷാനവാസും ഇത്തവണ ഫാക്ടറി ഓണേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ആര്യനും ഷാനവാസും കുറച്ച് മര്യാദയ്ക്ക് അത് കളിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ എന്താണ് ആ ഒരു പ്രൊമോയിൽ കാണിച്ച ആര്യൻ ഒമിറ്റ് ചെയ്യാൻ പോകുന്നത്, അതൊക്കെ അവിടുത്തെ ആ ഒരു വൃത്തിയില്ല എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ, ഒറിജിനലി ആര്യന് ബുദ്ധിമുട്ടുണ്ടോ, അതോ ആര്യൻ വെറുതെ തമാശയ്ക്ക് എന്തെങ്കിലും കാണിക്കുന്നതാണോ എന്നൊന്നും മനസ്സിലായിട്ടില്ല. പിന്നെ എല്ലാവരും പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, അനീഷ് ഭയങ്കര കട്ടക്കലിപ്പില് ഈ പറയുന്ന ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ആ ജ്യൂസ് അവിടെ നിന്ന് അനുമോളുടെയൊക്കെ മുമ്പിൽ നിന്ന് അതെടുത്ത് വലിച്ചെറിയുന്ന ഒരു സീനുണ്ട്. ഇത് വേറെ ആരെങ്കിലും കാണിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്പൊ കത്തിയേനെ എന്നൊക്കെ പറയുന്നുണ്ട്. അനീഷ് അത് ചെയ്തതിൽ ഒരു തെറ്റും ഇല്ല. അങ്ങനെ ഒരു തെറ്റും പറയാൻ എനിക്ക് സാധിക്കത്തില്ല. കാരണം ഇന്നലെ മുതലേ ആ ഒരു മനുഷ്യൻ ടാസ്കിന്റെ ഇടയിൽ ടാസ്ക് മാത്രമായിട്ട് കാണുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് ഇന്ന് അനുമോളും അനീഷും ഒക്കെ നല്ല രീതിയിൽ ബിഹേവ് ചെയ്തുകൊണ്ട് നല്ല സംസാരിച്ച് കൂട്ടുകൂടി തന്നെയാണ് നിന്നത് എല്ലാവരുമായിട്ടും. പക്ഷെ ടാസ്കിൽ വരുമ്പോഴത്തേക്കും അനീഷിനോട് അവരൊരു ഒറ്റപ്പെടൽ, അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തൽ, ഒരു അവഗണന കാണിക്കുന്നത് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറയാണ്, അതൊരു ഗെയിമിന്റെ തന്നെ പാർട്ടാണ്. അതായത് ഈ ഒരു മുതലാളിയുടെ ഒരു പ്രോഡക്റ്റും വിറ്റ് പോകരുത്, ആ മുതലാളിക്ക് ഒന്നും കിട്ടരുത് എന്ന് കണക്കാക്കുന്നത് കൊണ്ട് തെറ്റില്ല. പക്ഷേ അവരത് ചെയ്യുമ്പോൾ ഈ പറയുന്ന മുതലാളിയായിട്ടുള്ള അനീഷിന് അതിന് എതിരെ എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുന്നതിനകത്ത് ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ അനീഷ് ഈ ഒരു കട്ടക്കലിപ്പിൽ അത് അടിച്ചു പൊട്ടിച്ചതിൽ ഓരോ തെറ്റുമില്ല. പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇന്ന് ആ ഒരു പ്രൊമോ വന്നതിന്റെ കമന്റ്സ് ഒക്കെ എന്ന് പറയുന്നത് അനീഷിന് കുറച്ച് നെഗറ്റീവായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഇന്നത്തെ ദിവസം ഈ പറയുന്ന ഫാക്ടറി മുതലാളി എന്നുള്ള നിലയിൽ അനീഷ് വീണ്ടും നിലനിൽക്കണമെങ്കിൽ അത് ബിഗ് ബോസ് പറഞ്ഞ കാര്യമാണ്. ബിഗ് ബോസ് ആണ് പറഞ്ഞത് അനീഷും ഇന്ന് വീണ്ടും ആ ഒരു ലെമൺ ജ്യൂസ് ഫാക്ടറി മുതലാളി എന്നുള്ള നിലയിലേക്ക് നിൽക്കണമെങ്കിൽ ബിഗ് ബോസിനും അറിയാം അനീഷിന് ഈ സ്പേസ് നന്നായിട്ട് ചേരും. അനീഷ് അത് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അനീഷ് അത് നന്നായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന എല്ലാവരും അനീഷിനെ അറ്റാക്ക് ചെയ്യുന്നത്. പിന്നെ എല്ലാവരും പറയുന്നുണ്ട് ബോട്ടിലിനകത്ത് ഒരു ചെറിയ ചുളുക്ക് വന്നാൽ അനീഷ് ആ ബോട്ടിൽ റിജക്ട് ചെയ്യുന്നല്ലോ, അപ്പോഴാണോ മുടി കിടക്കുന്നതിന്റെ പേരിൽ, അത് റിജക്ട് ചെയ്തതിന്റെ പേരിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചവരുണ്ടായിരുന്നു. അങ്ങനെ ഒരു കമന്റ് കിട്ടിയതിനകത്ത് എനിക്ക് പറയാനുള്ള ഒരു മറുപടി എന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ ബോട്ടിൽ ചുളുക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ബോട്ടിനകത്തൊരു ചളുക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ശരി, അത് ഈ പറയുന്ന ക്വാളിറ്റി ചെക്ക് ഉടമകൾ അത് റിജക്ട് ചെയ്യാനുള്ള ചാൻസ് കണ്ടിട്ടാണ് അനീഷ് അത് റിജക്ട് ചെയ്യുന്നത്.
പക്ഷേ മുടി കിടന്നോ ഇല്ലയോ എന്നുള്ളത് അനീഷിന് അറിയില്ല. സോ അവരെ കൺവിൻസ് ചെയ്യിപ്പിച്ച് എങ്ങനെയെങ്കിലും അതൊന്ന് ശരിയാക്കി താ എന്നാണ്. അത് ഇന്നലെ അനീഷ് അനുമോളുടെ അടുത്ത് അത്രയും കെഞ്ചി ചോദിക്കുന്നുണ്ടായിരുന്നു. ഒന്നും മൊത്തത്തിൽ ഒന്നും റിജക്ട് ചെയ്യല്ലേ, ഏതെങ്കിലും ഒക്കെ അത് സെലക്ട് ചെയ്യണേ, മൊത്തം റിജക്ട് ചെയ്യല്ലേ മാഡം, മാം എന്നൊക്കെ വിളിച്ചിട്ടാണ് അനീഷ് ഇത് പറഞ്ഞത്. അപ്പോൾ ഏതായാലും ആ ടാസ്കിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോഴും ലൈവിൽ അവരൊക്കെ വളരെ കൂളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ടാസ്കിനെ ടാസ്കായിട്ട് കാണുന്നതിന്റെ ഒരു തെളിവാണ് അത് കഴിയുമ്പോഴത്തേക്കും അവരെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഒന്നിച്ച് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ടാസ്കിന്റെ ആ ഒരു ലൈവിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ സീരിയൽ ഗ്രാൻഡ് ഫസ്റ്റ് ടൈം ആണ് കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഞാൻ പോയി വരാം. ബൈ.